Students decided to expand the biodiversity garden of the school. Plants such as tulsi, jackfruit, rosa, jasmine, ixora, spinach, locust, teak, mukuti, and mango tree. Classify the plants according to the peculiarities. പ്രത്യേകത അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ ഹെർബ്, shrub, ട്രീസ് എന്ന ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. തന്നിരിക്കുന്നതിൽ ഹെർബ് ആയിട്ട് വരുന്നത് സ്പിനാച്ച്, ലൂക്കസ് തുമ്പയാണ്, മുക്കുറ്റി ബ്രയോഫൈറ്റം, shrub ജാസ്മിൻ, ഇക്സോര, റോസ, തുളസി. ട്രീ വരുമ്പോൾ ജാക്ക് ഫ്രൂട്ട് ട്രീ, മാംഗോ ട്രീ, തേക്ക്. What are the common characteristics of plants like watermelon, cucumber, bitter gourd, snake gourd and pumpkin? ഈ പറയുന്ന ചെടികളുടെ പൊതുവായ പ്രത്യേകതകളാണ്. These plants are vine plants. വള്ളിച്ചെടികളാണ്. സ്പ്രെഡ്സ് ഓവർ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്യുന്നു. കനോട്ട് സ്റ്റാൻഡ് അപ്പ് എലോൺ, തനിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല. വെരി തിൻ, ലോങ് ആൻഡ് വീക്ക് സ്റ്റെം, സ്റ്റെം വീക്കും തിന്നുമാണ്. സം വൈൻസ് ഗ്രോ അറൌണ്ട് ദ സപ്പോർട്ട്, ചില വൈൻ പ്ലാന്റ്സുകൾ സപ്പോർട്ടിന് ചുറ്റിയാണ് വളരുന്നത്. ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദം ഈസ് പ്ലാന്റഡ്. നടീൽ വസ്തുക്കൾ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനാണ്. പ്ലാന്റ്സ് ആർ ഗിവൺ ബിലോ. ഇക്സോറ, ഹിബിസ്കസ്, പി, നിശാഗന്ധി, കറി ലീഫ് പ്ലാന്റ്, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ, കടപ്ലാവ്, ഇലമുളച്ചി. സീഡ് ഇട്ട് പുതിയ ചെടികൾ മുളയ്ക്കുന്നത്. പംകിൻ, മാംഗോ ട്രീ, പി. സ്റ്റെം ഇക്സോര, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, ജാസ്മിൻ. റൂട്ട് കടപ്ലാവ്, ബ്രെഡ് ഫ്രൂട്ട് ആണിത്. കറി ലീഫ് പ്ലാന്റ്. ലീഫ് ഇലമുളച്ചി, അതായത് മിറക്കിൾ ലീഫ് പ്ലാന്റ്. ഇപ്പോൾ ചില സസ്യങ്ങൾക്ക് ഒന്നിലധികം മെത്തേഡിലൂടെ പുതിയ സസ്യങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ മുരിങ്ങ എടുക്കുകയാണെങ്കിൽ സ്റ്റെമ്മ് കട്ട് ചെയ്ത് നടാം, അതിൻ്റെ വിത്തിൽ നിന്നും ഉണ്ടാവും. കറി ലീഫ് പ്ലാന്റ് അങ്ങനെ തന്നെയാണ്, വേരിൽ നിന്ന് മുളയ്ക്കുന്നുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ വിത്തുകൾ വീണിട്ടും ഉണ്ടാവും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. സ്റ്റെം ഫിക്സസ് ദ ലീഫ് അറ്റാച്ച്ഡ് ടു ദ പ്ലാന്റ്സ്, ചെടിയിൽ ഇലയെ ഉറപ്പിച്ച് നിർത്തുന്നത് ചെടിയുടെ സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൻ്റെ ബാക്കി പ്രത്യേകതകൾ എഴുതാനായിട്ടാണ്. അതുപോലെ തന്നെ റൂട്ട്, ലീഫ് ഇവ ചെടിക്ക് ചെയ്യുന്ന സഹായങ്ങൾ, ഇവയുടെ പ്രത്യേകത എഴുതാനായിട്ടാണ് ക്വസ്റ്റ്യൻ. സ്റ്റെം ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്, വേര് വലിച്ചെടുക്കുന്ന ജലവും ന്യൂട്രിയൻസും ഇലകളിൽ എത്തിക്കുന്ന സ്റ്റെമ്മാണ് റൂട്ട്. ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ, ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ, ചെടിക്ക് ആവശ്യമായ ജലവും ന്യൂട്രിയൻസും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഇനി ലീഫിൻ്റെ പ്രത്യേകത, പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്, ചെടിക്ക് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇലകളാണ്. ഗിവ് സ്യൂട്ടബിൾ കളർ ടു ദ ഫ്ലവേഴ്സ്, ചെടിക്ക് അനുയോജ്യമായ നിറം കൊടുക്കാനാണ്. ഫസ്റ്റ് റോസും, സെക്കൻഡ് ചെമ്പരത്തി, തേർഡ് കോളാമ്പി പൂവാണ്. അപ്പോൾ റോസ, ചെമ്പരത്തി ഇത് കുട്ടികൾ കളർ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പല നിറങ്ങൾ കൊടുക്കാം. കോളാമ്പിപ്പൂ പക്ഷേ മഞ്ഞ നിറത്തിൽ മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 21 ആക്ടിവിറ്റിയാണിത്. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ക്ലാസിഫൈ ദ ഫ്ലവേഴ്സ് യു നോൺ ഇൻ ദ ഫോളോയിങ് ഓർഡർ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ ആൻഡ് പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളർ. കുട്ടികൾക്ക് അറിയാവുന്ന ചെടികളെ, ഒരു നിറത്തിൽ മാത്രം പൂക്കൾ കാണുന്ന ചെടികൾ, പല നിറത്തിൽ പൂക്കൾ അവൈലബിൾ ആയിട്ടുള്ള ചെടികളും തരംതിരിച്ചെഴുതാനുള്ള ആക്ടിവിറ്റിയാണിത്. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, ഒരു നിറത്തിൽ മാത്രം പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് എക്സാമ്പിൾ ജാസ്മിൻ, ഗോൾഡൻ ഷവർ ട്രീ, ക്രേപ്പ് ജാസ്മിൻ, തുമ്പ. ഗോൾഡൻ ഷവർ ട്രീ കണിക്കൊന്നയാണ്, ക്രേപ്പ് ജാസ്മിൻ നദേർവട്ടം, പിന്നീട് തുമ്പ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ മെനി കളേഴ്സ്, പല നിറത്തിൽ പൂക്കൾ കാണപ്പെടുന്ന ചെടികൾ ഹിബിസ്കസ് ചെമ്പരത്തി, ഇക്സോറ ചെത്തി, റോസ്, പോർട്ടുലാക്ക അതായത് 10 മണിപ്പൂവ്. ഇവയുടെയൊക്കെ പൂക്കൾ പല നിറത്തിൽ അവൈലബിൾ ആണ്. ക്ലാസിഫൈ ദ ഗിവൻ പ്ലാന്റ്സ് as ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പൂക്കുന്ന സസ്യങ്ങളും പൂക്കാത്ത സസ്യങ്ങളും എന്ന താഴെ തന്നിരിക്കുന്ന ചെടികളെ അറേഞ്ച് ചെയ്യാനാണ്. ജാസ്മിൻ, സൈക്കസ്, മുക്കുറ്റി, ഫേൺ, ഹിബിസ്കസ്, മോസ്. തന്നിരിക്കുന്നവയിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയിട്ട് വരുന്നത് ജാസ്മിൻ, മുക്കുറ്റി, ഹിബിസ്കസ്. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പൂക്കാത്ത സസ്യങ്ങൾ വരുന്നത് സൈക്കസ്, ഫേൺസ്, മോസ്. പ്ലാന്റ്സ് ഹാവ് മെനി ബെനിഫിറ്റ്സ് ഫോർ us. സസ്യങ്ങൾ കൊണ്ട് നമുക്ക് പല പ്രയോജനങ്ങളും ഉണ്ട്. റൈറ്റ് ദ ഫാക്ട്സ് ദാറ്റ് സപ്പോർട്ട് ദി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കാനാണ്. പ്ലാന്റ്സ് ഗീവ് ഷെയ്ഡ്, തണൽ നൽകുന്നു. പ്ലാന്റ്സ് പ്രൊവൈഡ് ഓക്സിജൻ, പ്ലാന്റ്സ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതായത് ശുദ്ധവായു. പ്ലാന്റ്സ് ആർ നാച്ചുറൽ മെഡിസിൻസ് ആണ്. പ്ലാന്റ്സ് പ്രൊവൈഡ് us ഫുഡ്, നമ്മൾക്ക് ആഹാര പദാർത്ഥങ്ങൾ നൽകുന്നു. ഷെൽട്ടർ ഫോർ ആനിമൽസ് ആൻഡ് ബേർഡ്സ്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും അഭയസ്ഥാനം ഒരുക്കുന്നു. റൈറ്റ് ദ നെയിംസ് ഓഫ് 2 organisms.
ഐഡന്റിഫൈഡ് ബൈ കളർ, സ്ട്രൈപ്സ്, സ്പോട്സ്, സൈസ്, ഫീറ്റ്, ക്ലോസ്. നിറം, വരകൾ, കുത്തുകൾ, വലിപ്പം, കാൽപാദങ്ങൾ, നഖങ്ങൾ ഇവ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന 2 ജീവികളുടെ പേരുകൾ എഴുതാനാണ്. കളർ, നിറം കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ജീവികളാണ് പാരറ്റ്, ക്രെയിൻ, ക്രോ. സ്ട്രൈപ്സ്, വരകൾ, ടൈഗർ, സ്ക്വിറൽ, സീബ്ര. സ്പോട്സ്, പുള്ളികൾ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ജീവികളാണ് ചീറ്റ, ഡിയർ, ജിറാഫ്. സൈസ്, വലിപ്പം വെച്ചിട്ട് എലിഫന്റ്, ബ്ലൂ വെയിൽ. ഫീറ്റ്, കാൽപാദങ്ങൾ, ഡക്ക്, ഹോഴ്സ്. ക്ലോസ്, നഖങ്ങൾ, ഹെൻ, ഈഗിൾ. റൈറ്റ് 5 എക്സാമ്പിൾസ് ഓഫ് സീ ക്രിയേച്ചേഴ്സ്. കടൽ ജീവികൾക്ക് ഉദാഹരണം എഴുതാനായിട്ടാണ് സീ ഹോഴ്സ്, സീ കുക്കുംബർ, സീ കൗ, ഷാർക്ക്, ഡോൾഫിൻ. അറേഞ്ച് ദ ഫോളോയിങ് ഓർഗാനിസംസ് അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് മൂവ്മെന്റ്. സഞ്ചരിക്കുന്ന രീതി അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനായിട്ടാണ് എലിഫന്റ്, സ്നേക്ക്, പാരറ്റ്, ഫിഷ്, പീജിയൻ, ടൈഗർ, എർത്ത്, ക്രോ, ബ്ലൂ വെയിൽ, സ്നെയിൽ, ഹോക്ക്, ലയൺ, ഡോൾഫിൻ. ഈ ജീവികളെയാണ് അവിടെ സഞ്ചാര രീതി അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യേണ്ടത്. വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, നടക്കുന്ന ജീവികൾ എലിഫന്റ്, ടൈഗർ, ലയൺ. ക്രോളിംഗ് ക്രിയേച്ചേഴ്സ്, ഇഴയുന്ന ജീവികൾ സ്നേക്ക്, എർത്ത്, സ്നെയിൽ. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, പറക്കുന്ന ജീവികൾ പാരറ്റ്, പീജിയൻ, ഹോക്ക്. സ്വിമ്മിംഗ് ക്രിയേച്ചേഴ്സ്, നീന്തുന്ന ജീവികൾ ഫിഷ്, ബ്ലൂ വെയിൽ, ഡോൾഫിൻ. ഇതോടൊപ്പം തന്നെ ഒരു ജീവികൾക്ക് തന്നെ പല സഞ്ചാര രീതികളുണ്ട്. ഇപ്പോൾ താറാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ താറാവിന് നീന്താനും നടക്കാനും കഴിയും. അപ്പോൾ പല രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളും ഉണ്ട്. വാട്ട് ബോഡി ഫീച്ചേഴ്സ് ഹെൽപ്സ് ദ ഫോളോയിങ് ആനിമൽസ് ടു ക്യാച്ച് ദെയർ പ്രേ. താഴെ പറയുന്ന ജീവികൾക്ക് ഇരയെ പിടിക്കാൻ സഹായിക്കുന്ന ശാരീരിക പ്രത്യേകതകൾ എഴുതാനാണ് ലയൺ, ഈഗിൾ, ഫ്രോഗ്. ഈ ജീവികളുടെ പ്രത്യേകതയാണ് എഴുതേണ്ടത്. ലയൺ, ഷാർപ്പ് നെയിൽസ്, കൂർത്ത നഖങ്ങൾ. ഷാർപ്പ് പോയിന്റഡ് ടീത്ത്, കൂർത്ത മുനയുള്ള പല്ലുകൾ. പവർഫുൾ ലെഗ്സ്, ശക്തമായ കാലുകൾ. ഈഗിൾ, സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്ക്, കൂർത്തതും ശക്തിയുള്ളതുമായ കൊക്കുകൾ. സ്ട്രോങ് ലെഗ്സ്, ശക്തമായ കാലുകൾ. ഷാർപ്പ് ബെൻഡ് ക്ലോസ്, കൂർത്തു വളഞ്ഞ നഖങ്ങൾ. ഫ്രോഗ്, ലോങ് ആൻഡ് സ്റ്റിക്കി ടങ്, നീളമുള്ള പശിമയുള്ള നാവ്. അറേഞ്ച് ദ ഫോളോയിങ് ആനിമൽസ് അക്കോർഡിംഗ് ടു ദ ഫുഡ് ഹാബിറ്റ്സ്. ആഹാരം കഴിക്കുന്ന രീതി അനുസരിച്ച് ജീവികൾ അറേഞ്ച് ചെയ്യാനായിട്ടാണ് കൗ, റാബിറ്റ്, ലയൺ, ഹെൻ, ഡിയർ, ക്രൊക്കോഡൈൽ, ക്രോ, ഫോക്സ്, ആൻഡ്. ഈ ജീവികളെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഹെർബിവോർസ്, സസ്യാഹാരികൾ കൗ, റാബിറ്റ്, ഡിയർ. കാർണിവോർസ്, മാംസാഹാരികൾ ലയൺ, ക്രൊക്കോഡൈൽ, ഫോക്സ്. ഒംനിവോർസ്, സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്നവരാണ് ഒംനിവോർസ്. മിശ്രാഹാരികളാണ് ഹെൻ ആൻഡ് ക്രോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഗ്രോയിങ് സ്റ്റേജസ് ഓഫ് ബട്ടർഫ്ലൈ. ചിത്രശലഭത്തിന്റെ വളർച്ചാഘട്ടങ്ങൾ എഴുതാനാണ് എഗ്, ലാർവ, പ്യൂപ്പ ആൻഡ് ബട്ടർഫ്ലൈ. റൈറ്റ് എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ് ദാറ്റ് അട്രാക്ട് ബട്ടർഫ്ലൈസ്. ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾക്ക് ഉദാഹരണം എഴുതുക. പഗോഡ ഫ്ലവർ, റാറ്റിൽ വീഡ്, കറി ലീഫ് പ്ലാന്റ്, ഒലിയാണ്ടർ, സിട്രസ്. കൃഷ്ണകിരീടം, കിലിക്കി ചെടി, കറിവേപ്പില, അരളി, നാരകം. ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് അറൗണ്ട് us. നമുക്ക് ചുറ്റും പലതരത്തിലുള്ള ജീവജാലങ്ങളും അവ വളർന്ന സാഹചര്യങ്ങളും ഉണ്ട്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് അവർ എക്കോസിസ്റ്റം ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. ഈ ആവാസ വ്യവസ്ഥ നശിച്ചു പോവുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ക്രിയേച്ചേഴ്സ് വിൽ ലോസ് their habitat. ജീവജാലങ്ങൾക്ക് വാസസ്ഥലം നഷ്ടപ്പെടുന്നു. ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് വിൽ ഡിക്രീസ്. ജീവികളുടെ എണ്ണം കുറയുന്നു. സം അതർ സ്പീഷീസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ. ചില ജീവികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഹ്യൂമൻ എക്സിസ്റ്റൻസ് വിൽ ബി ഇൻ ഡേഞ്ചർ. മനുഷ്യന്റെ നിലനിൽപ്പ് അപകടത്തിലാവുന്നു. കോസസ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥ മാറാനായിട്ട് ഇത് കാരണമാകുന്നു. വാട്ട് ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് അവർ സറൗണ്ടിങ്സ്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? പ്ലാന്റ് ട്രീസ്. സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഡു നോട്ട് ത്രോ വേസ്റ്റ്. മാലിന്യം പുറത്തേക്ക് വലിച്ചെറിയരുത്. സേവ് വാട്ടർ. വെള്ളം സംരക്ഷിക്കുക. ഡോണ്ട് സെൻഡ് കെമിക്കൽസ് ഇൻ ടു വാട്ടർവേസ്. ജലാശയങ്ങളിലേക്ക് കെമിക്കൽസ്, കീടനാശിനികളൊന്നും വിടരുത്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം നിയന്ത്രിക്കുക, കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദി ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസിന്റെ എണ്ണം കുറയാൻ കാരണമായിട്ട് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ? എന്താവും അതിന്റെ കാരണങ്ങൾ? എയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം. ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് പ്ലാന്റ്സ് ദാറ്റ് പ്രൊവൈഡ് ഹണി ടു ദ ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസിന് തേൻ നൽകുന്ന ചെടികൾ ഇല്ലാതാകുന്നത്. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം. ഇവയൊക്കെ ബട്ടർഫ്ലൈയുടെ എണ്ണം കുറയാൻ കാരണമാണ്.
The dash is a simple instrument to measure rainfall. മഴ അളക്കാനുള്ള സിമ്പിൾ ഉപകരണമാണ് rain gauge. There are many reasons in our school and home water is polluted. Mention some suggestions to solve the issue. ജലം മലിനമാവുന്നതിന് അതെങ്ങനെ തടയാം, അതിനുള്ള ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് ചോദ്യം. ഡു നോട്ട് ത്രോ വേസ്റ്റ് ഇൻ വാട്ടർ ബോഡീസ്. മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയരുത്. ഡു നോട്ട് ഡിസ്ചാർജ് വേസ്റ്റ് വാട്ടർ ഫ്രം ഫാക്ടറീസ് ടു റിവർ. ഫാക്ടറിയിലെ മലിനജലം നദികളിലേക്ക് ഒഴുക്കരുത്. ഡു നോട്ട് അലോ പെസ്റ്റിസൈഡ് ടു റീച്ച് റിവർ. കീടനാശിനികൾ നദികളിലെത്താൻ അനുവദിക്കരുത്. ഡു നോട്ട് സ്റ്റോർ വേസ്റ്റ് വാട്ടർ നിയർ വെൽ. കിണറിന് സമീപം മലിനജലം കെട്ടിക്കിടക്കാൻ സമ്മതിക്കരുത്. കവർ ദ വെൽ വിത്ത് നെറ്റ്. ഒരു വല ഉപയോഗിച്ചിട്ട് കിണർ മൂടുക. ഹൗ ക്യാൻ വി പ്രൊട്ടക്ട് അവർ സ്കൂൾ വെൽ? വാട്ട് തിങ്സ് ഷുഡ് വി ഡു ടു കീപ് വെൽ വാട്ടർ ക്ലീൻ? കിണർ ജലം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. ദെയർ മസ്റ്റ് ബി പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് അറൌണ്ട് ദ വെൽ. കിണറിന് ചുറ്റും ചുറ്റുമതിലുണ്ടാവണം. ദ വെൽ മസ്റ്റ് ബി കവേർഡ് വിത്ത് നെറ്റ്. നെറ്റ് കൊണ്ട് കിണറിന്റെ മുകൾ വശം കവർ ചെയ്യണം. ഡോണ്ട് അലോ പൊള്യൂട്ടഡ് വാട്ടർ ടു കളക്ട് നിയർ ദ വെൽ. മലിനജലം കിണറിന് സമീപം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. ഡോണ്ട് വാഷ് ക്ലോത്ത്സ് നിയർ ദ വെൽ. കിണറിന് സമീപം അലക്കരുത്. ഡോണ്ട് കൺസ്ട്രക്ട് സെപ്റ്റിക് ടാങ്ക് നിയർ ദ വെൽ. കിണറിന് സമീപം സെപ്റ്റിക് ടാങ്ക് പണിയരുത്. ഇപ്പോൾ സ്കൂൾ വെല്ലിൻ്റെ ആണ് ക്വസ്റ്റ്യനിൽ, അപ്പോൾ അവിടെ അലക്കുന്നൊന്നുമില്ല എങ്കിലും പൊതുവെ പറയുമ്പോൾ കിണറിന് സമീപത്ത് നിന്ന് അലക്കരുത് എന്നുള്ളത് കൊണ്ട് എഴുതിയതാണ്. റൈറ്റ് ദ നെയിം ഓഫ് എ മോഡേൺ ഡിവൈസ് ടു പ്യൂരിഫൈ വാട്ടർ. വാട്ടർ പ്യൂരിഫയർ. ചിത്രത്തിൽ കാണുന്ന ജലശുദ്ധീകരണ മാർഗത്തിന്റെ പേര് എഴുതാനാണ്. ത്രീ പോട്ടഡ് സീവ്. ത്രീ പോട്ടഡ് സീവിന്റെ അറേഞ്ച്മെന്റിൽ വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ? ഓപ്ഷൻ ബി ആണ്. ഫസ്റ്റ് പാത്രത്തിൽ ഗ്രേവൽ, സെക്കൻഡ് സാൻഡ്, താഴെ കോക്കനട്ട് ഷെൽ, ചാർക്കോൾ. യു ക്യാൻ സീ മെനി ന്യൂസ് അബൌട്ട് വാട്ടർ സ്കേഴ്സിറ്റി ഇൻ ന്യൂസ് പേപ്പർ. ജലദൗർലഭ്യത്തെക്കുറിച്ച് പല വാർത്തകളും നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്. റൈറ്റ് ഡൗൺ എ ഫ്യൂ സിറ്റുവേഷൻസ് ഇൻ വിച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്. ജലം പാഴായി പോകുന്ന ചില സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. ഓവർഫ്ലോയിങ് ഓഫ് ടാങ്ക്സ്. ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നത്. ലോസ് ഓഫ് വാട്ടർ വെൻ പബ്ലിക് വാട്ടർ പൈപ്പ് ബ്രേക്ക്. പൈപ്പുകൾ പൊട്ടി ജലം പാഴാകുന്നത്. റണ്ണിങ് വാട്ടർ വൈൽ ബ്രഷിംഗ് ടീത്ത്. പല്ല് തേക്കുമ്പോൾ ജലം അമിതമായിട്ട് പാഴാക്കി കളയുന്നത്. ലീക്കേജ് ഓഫ് പൈപ്പുകളുടെ ലീക്കേജ്. ലീവിംഗ് ദ ടാപ്പ് ഓപ്പൺ അൺനെസസറിലി. ശ്രദ്ധിക്കാതെ ടാപ്പ് ഓപ്പൺ ആക്കിയിട്ട് പോകുന്നത്. ലീവിംഗ് ദ ഷവർ ഇൻ ബാത്റൂം ഓപ്പൺ അൺനെസസറിലി. ബാത്റൂമിലെ ഷവർ കുളിക്കുമ്പോൾ ഓവറായിട്ട് തുറന്നിടുന്നത്. ഇതൊക്കെയും ജലം പാഴായി പോകുന്ന സിറ്റുവേഷൻസ് ആണ്. വാട്ട് ഷുഡ് ബി ഡു ടു പ്രൊട്ടക്ട് ദ വാട്ടർ സോഴ്സസ്? ജലം സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഡു നോട്ട് ത്രോ ഗാർബേജ്, പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആൻഡ് ബോട്ടിൽസ് ഇൻ ടു വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഡു നോട്ട് ഡംപ് വേസ്റ്റ് ഫ്രം സ്ലോട്ടർ ഹൗസസ് ഇൻ ടു വാട്ടർ ബോഡീസ്. കശാപ്പ് ശാലകളുടെ മാലിന്യങ്ങൾ ജലാശയങ്ങളിൽ ഇടരുത്. ഡു നോട്ട് ഡ്രെയിൻ വേസ്റ്റ് വാട്ടർ ഫ്രം ഫാക്ടറീസ് ഇൻ ടു റിവേഴ്സ്. ഫാക്ടറിയിലെ വേസ്റ്റ് വെള്ളം നദികളിലേക്ക് ഒഴുക്കരുത്. അവോയ്ഡ് വാഷിംഗ് ഓഫ് ആനിമൽസ് ആൻഡ് വെഹിക്കിൾസ് നിയർ വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിൽ വെച്ചിട്ടുള്ള വാഹനങ്ങളുടെ കഴുക്കും മൃഗങ്ങളുടെ കുളിപ്പിക്കലും ഒക്കെ ഒഴിവാക്കണം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഫ്രം ഫാം ലാൻഡ്സ് ഷുഡ് നോട്ട് ബി ഡ്രെയിൻ ഇൻ ടു പോൺസ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കൃഷിസ്ഥലങ്ങളിൽ നിന്നുള്ള കീടനാശിനികൾ കലർന്ന ജലം ജലാശയങ്ങളിലേക്ക് ഒഴുകാൻ സമ്മതിക്കരുത്. വാട്ട് ക്യാൻ വി ഡു ടു സ്റ്റോപ്പ് വേസ്റ്റിംഗ് വാട്ടർ? വെള്ളം പാഴാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി. അശ്രദ്ധമായി പൈപ്പ് തുറന്നിടരുത്. എൻഷുർ ദാറ്റ് ദ വാട്ടർ സപ്ലൈ പൈപ്സ് ആർ നോട്ട് ലീക്കിംഗ്. പൈപ്പുകൾ ലീക്കില്ലെന്ന് ഉറപ്പുവരുത്തണം. അവോയ്ഡ് ഓവർഫ്ലോയിങ് ദ വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്ക് നിറഞ്ഞു കവിയുന്ന സാഹചര്യം ഒഴിവാക്കണം. കൺട്രോൾ ദ യൂസ് ഓഫ് ടോയ്ലറ്റ് ഫ്ലഷ്. ടോയ്ലറ്റ് ഫ്ലഷിന്റെ ഉപയോഗം നിയന്ത്രിക്കണം. യൂസ് ഓൺലി മോഡറേറ്റ് എമൗണ്ട്സ് ഓഫ് വാട്ടർ ഫോർ ഈച്ച് പർപ്പസ്. ഓരോ ആവശ്യത്തിനും വെള്ളം നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കണം. യൂസ്ഡ് വാട്ടർ ഫ്രം കിച്ചൺ ക്യാൻ ബി ടേക്കൺ ഫോർ വാട്ടറിംഗ് ദ ഗാർഡൻ. അടുക്കളയിലെ മാലിന്യങ്ങൾ കലർന്ന ജലമൊക്കെയും ചെടികൾ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. ജലസംരക്ഷണം പോസ്റ്ററാണ്. സേവ് വാട്ടർ, സേവ് ലൈഫ്. ലെറ്റ്സ് പ്രൊട്ടക്ട് എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ. Water is precious. Please don't pollute it.